പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നും അതിൽ തിരുത്തൽ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നും CPM പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. CPMന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് CPM സമ്മതിച്ചു. ആ തെറ്റുകൾ എന്താണെന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. ജൂലൈ 28, 29, 30 തീയതികളിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ആ തെറ്റുകൾ എന്താണെന്നുള്ളത് ക്രോഡീകരിച്ചു. അത് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്നു, അത് പ്രസിദ്ധീകരിച്ചു. അതിനെ തുടർന്ന് കേരളത്തിൽ മുകൾത്തട്ട് മുതൽ താഴെത്തട്ട് വരെ ചർച്ചകളും യോഗങ്ങളും എല്ലാം നടന്നു. അത് നടന്നതിന് ശേഷം CPM ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് തിരുത്തേണ്ടത് എന്താണ് എന്ന് സംബന്ധിച്ചിട്ട് ഉള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. തിരുത്തലിൻ്റെ ഒരു കരട് രേഖ CPM പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, CPM തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയതിൻ്റെ 2ാം ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംബന്ധിച്ച് CPMൻ്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി 1-ാം പേജിൽ ഏറ്റവും മുകളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ ഉദ്ധരിച്ചുകൊണ്ട് സവിസ്തരം കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടിയുടെ തിരുത്തലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ആ ഭാഗം ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. അതായത് ജൂലൈ 23 ചൊവ്വാഴ്ചത്തെ ദേശാഭിമാനി പത്രമാണ്. ആ പത്രത്തിൽ 1-ാം പേജിൽ ഏറ്റവും പ്രാധാന്യത്തോട് കൊടുത്തിരിക്കുകയാണ്, ശുചിത്വ കേരളം ലക്ഷ്യം. അതായത് CPMൻ്റെ തിരുത്തലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ ഈ പറയുന്നത്, ശുചിത്വ കേരളം ലക്ഷ്യം. ശുചിത്വ കേരളം എന്ന ലക്ഷ്യത്തോടെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് CPM നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് CPM നേതൃത്വം നൽകുമെന്ന്. സ്വാഭാവികമായും മാലിന്യ നിർമ്മാർജ്ജനത്തിന് CPM നേതൃത്വം നൽകുമെന്ന് പറയുമ്പോൾ CPMനകത്തുള്ള മാലിന്യങ്ങളെ എല്ലാം പുറത്ത് വലിച്ചിടലായിരിക്കുമെന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് പോകും. പക്ഷേ അങ്ങനൊന്നും അല്ല കേട്ടോ. CPMനകത്ത് ഒരുപാട് മാലിന്യങ്ങളുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ മാലിന്യ നിർമ്മാർജ്ജനത്തിനാണ് നീക്കം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. CPM ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിയുള്ള സന്നദ്ധ പ്രവർത്തനത്തിലൂടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമം. മലിനീകരണം ഒഴിവാക്കാനുള്ള തുടർ പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തകർ സന്നദ്ധമായിരിക്കും. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനപങ്കാളിത്തത്തോടുകൂടി സന്നദ്ധ പ്രവർത്തനം, കേന്ദ്ര സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം, ബ്ലൂ എക്കോണമിയുടെ പേരിൽ തീരദേശ മേഖലയെ ദ്രോഹിക്കുന്ന നിർത്തും, ഇതൊക്കെ പറഞ്ഞിരിക്കുക. അപ്പം പാർട്ടിയുടെ തിരുത്തൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിൽ പാർട്ടി തിരുത്തലുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്താണ്? ശുചിത്വ കേരളം ലക്ഷ്യം. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, എത്ര ദയനീയമാണ് ഈ പാർട്ടിയുടെ അവസ്ഥയെന്ന്. 35,000 ബ്രാഞ്ചുകൾ, 4-5 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ, 10-25 ലക്ഷത്തോളം പിന്നെ തൊഴിലാളികൾ, CITU ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി. ആ പാർട്ടി അത് രൂപീകരിച്ചതിന് ശേഷം ഉണ്ടാകാത്തത്ര ദയനീയമായിട്ടുള്ളൊരു പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം തിരുത്താൻ വേണ്ടി കൂടിയ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം നടക്കുന്ന പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, മാലിന്യമുക്ത കേരളം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന്. ഇത് ആ പാർട്ടിയുടെ ദിശാബോധം എന്താണെന്നും ആ പാർട്ടി എവിടെയാണ് നിൽക്കുന്നതെന്നും അതെങ്ങോട്ടാണ് പോകുന്നതെന്നും എന്താണ് ഈ പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമല്ലേ ഇത്. പാർട്ടിയിലാകെ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണെന്നും ആ മാലിന്യത്തെ നിന്ന് മുക്തമാക്കിയാൽ മാത്രമേ ഈ പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നും പാർട്ടി അണികളും പാർട്ടി അംഗങ്ങളും ജനങ്ങളും എല്ലാം കരുതി കാത്തിരിക്കുമ്പോഴാണ് കേരളത്തെ മാലിന്യമുക്തമാക്കാൻ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഇറങ്ങും എന്ന് ഈ പാർട്ടി പറയും. ഇതെന്താ തലയ്ക്ക് ഭ്രാന്തായി പോയോ ഈ നേതാക്കന്മാർക്ക്? അറിയാൻ പാടില്ലാതിട്ട് ചോദിക്കുകയാണ്. മാലിന്യമുക്ത കേരളം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ പാർട്ടി തിരുത്താൻ വേണ്ടി കൂടിയ കമ്മിറ്റിയിൽ ഇതാണോ നിങ്ങൾ ചർച്ച ചെയ്തത്? ഇങ്ങനെയാണോ പാർട്ടി തിരുത്താൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി മാലിന്യമുക്ത കേരളത്തെക്കുറിച്ച് പറയുന്നത് എത്ര ക്യാമ്പയിനുകൾ കേരളത്തിൽ ഈ പാർട്ടി ബഹുജന പങ്കാളിത്തത്തോടുകൂടി മാലിന്യമുക്തമാക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ എത്രയോ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്ലീൻ കേരള, ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഈ പാർട്ടിയുടെ നേതൃത്വത്തിലല്ലേ 10-70% കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. ആ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വമല്ലേ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബഹുജന പ്രക്ഷോഭം എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാൻ. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി,
പിന്നെ ജനങ്ങളുടെ മൂഡും പ്രിഫറൻസും മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പിന്നെ BJPയിലേക്ക് പോയി. പാർട്ടിയിൽ അഴിമതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിയിലെ നേതാക്കന്മാരുടെ അഹങ്കാരം പിന്നെ എല്ലാ അതിരും സീമകളും കടന്നുപോയി എന്നൊക്കെ കണ്ടുപിടിക്കുകയല്ലേ പാർട്ടി ചെയ്തിട്ടുള്ളത്. അത് തിരുത്താൻ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ ഇതായിരുന്നു തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇത് അധികകാലം പോകില്ല എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല സുഹൃത്തുക്കൾ. ഇതാണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതെങ്കിലും എത്താൻ പോകുന്നില്ലെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. മാലിന്യമുക്ത കേരളം തീരുമാനിക്കുകയാണ് ഇവിടെ തിരുത്താനുള്ള കമ്മിറ്റിക്കകത്തിരുന്ന്. ഇനി കേരളത്തിനെ മാലിന്യ കൂമ്പാരമാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ സുഹൃത്തുക്കളെ? ഈ ഭരണകൂടത്തിന് നേതൃത്വമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അല്ലേ? ആമയിഴഞ്ചാന്തോട് ഇത്രയും വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടായതിൻ്റെ ഉത്തരവാദികൾ ആരാ? ഇവിടുത്തെ ഭരണാധികാരികളല്ലേ? ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ? തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ ദയനീയ പരാജയം കൊണ്ടല്ലേ ആമയിഴഞ്ചാന്തോടിൽ ഇത്രയും വലിയ മാലിന്യ മലയുണ്ടായത്? അപ്പോൾ കേരളത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയവർ, അവർ മാലിന്യമുക്ത കേരളം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഉളുപ്പില്ലായ്മ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളൂ, തിരുത്താൻ വേണ്ടി കൂടിയ കമ്മിറ്റിയിൽ തീരുമാനം ശുചിത്വ കേരളത്തിന് വേണ്ടി ആയിരുന്നു എന്ന് പറയുമ്പോൾ തിരുത്തൽ എവിടെ ചെന്ന് അവസാനിക്കും, തിരുത്തൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തിരുത്തലെന്ന് പറഞ്ഞ് കൂടിയിട്ട് ഇതാണിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞ് ബഹുജന പങ്കാളിത്തത്തോട് സന്നദ്ധ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ, നമുക്ക് ഊഹിക്കാമല്ലോ. ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഇതൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. എത്ര പ്രാവശ്യം മാലിന്യം കൈകൊണ്ട് പിന്നെ ഗ്ലൗസൊക്കെ ഇട്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മാറുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തിരുത്തലെന്നൊക്കെ പറയുന്നത് വെറും ഈ പിന്നെ ആളുകളെ പറ്റിക്കാനുള്ള എക്സർസൈസുകളാണ്, വ്യായാമങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ദേശാഭിമാനിയിൽ ഈ തിരുത്താൻ കൂടിയ സംസ്ഥാന കമ്മിറ്റിക്കിടയിൽ വന്നിരിക്കുന്ന ഈ മാലിന്യ മുക്ത ശുചിത്വ കേരളം ലക്ഷ്യം എന്നുള്ള ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ആഹ്വാനം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.